അഫ്ഗാനിസ്ഥാനിൽ പാക് ആക്രമണം, താലിബാന്റെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ബോംബിട്ടു. ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അവിടെ അതിർത്തിയിൽ വലിയ സംഘർഷം വ്യാപിക്കുന്ന പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം, താലിബാൻ സർക്കാരാണ് അഫ്ഗാൻ ഭരിക്കുന്നത്. ശക്തമായ തിരിച്ചടി നൽകിയെന്നാണ് താലിബാന്റെ അവകാശവാദം. അനുശ്രീ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അനുശ്രീ, ഇപ്പോൾ വലിയ തോതിലുള്ള ആക്രമണം അവിടെ നടക്കുന്നുണ്ട് എന്നാണ്. നിരവധി സൈനിക ചെക്ക് പോസ്റ്റുകൾ പിടിച്ചെടുത്തുവെന്നാണ് താലിബാന്റെ അവകാശവാദം. മറുഭാഗത്താകട്ടെ താലിബാന്റെ നിരവധി കേന്ദ്രങ്ങൾ തകർത്തുവെന്ന് പാകിസ്ഥാൻ പറയുകയും ചെയ്യുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? എന്തൊക്കെയാണ് അന്താരാഷ്ട്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്? രഞ്ജിത്ത്, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തന്നെ ഈ പാക് അഫ്ഗാൻ അതിർത്തികൾ വലിയ രീതിയിൽ അശാന്തമായി തന്നെ തുടരുകയായിരുന്നു. അതാണിപ്പോൾ ഒരു യുദ്ധസമാനമായ രീതിയിലേക്ക് അതിർത്തികൾ മാറിയിരിക്കുന്നത്. 3 ദിവസം മുൻപ് പാക് അഫ്ഗാനിസ്ഥാനിലേക്ക് വലിയ തരത്തിലുള്ള ഒരു വ്യോമാക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും പാകിസ്ഥാൻ ഉന്നയിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ കഴിഞ്ഞ കാലങ്ങളിലായി ഉണ്ടായിട്ടുള്ള ചില ഭീകരാക്രമണങ്ങൾ, അതിന് പിന്നിൽ അഫ്ഗാൻ കേന്ദ്രമായ ഭീകരവാദികളാണെന്നാണ് പാകിസ്ഥാൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം. അതിനൊരു പ്രത്യാക്രമണം എന്ന രീതിയിലാണ് അവരുടെ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തിയതെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. എന്നാൽ അന്നത്തെ ആക്രമണങ്ങളിൽ ഏകദേശം 23ഓളം പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത് ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു അന്ന് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് എന്നായിരുന്നു അഫ്ഗാനിസ്ഥാൻ പിന്നീട് ഉന്നയിക്കുകയുണ്ടായത്. പ്രധാനമായി പാകിസ്ഥാൻ പറയുന്നത് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് പാകിസ്ഥാൻ പറയുമ്പോൾ, അഫ്ഗാനിസ്ഥാൻ പറയുന്നത് അത് ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഒരു ആക്രമണമാണെന്നാണ്. ആ ആക്രമണത്തിൽ നൽകിയ തിരിച്ചടിയാണ് അഫ്ഗാനിസ്ഥാന്റെ ഈ ആക്രമണം. ഇതിൽ 7 പാക് സൈനിക പോസ്റ്റുകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത് എന്നാണ് താലിബാൻ ഭരണകൂടം നൽകിയിരിക്കുന്ന വിശദീകരണം. ഏകദേശം 55ഓളം പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്നും താലിബാൻ പറയുന്നുണ്ട്. എന്നാൽ ഇതുവരെ പാകിസ്ഥാൻ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. കൊല്ലപ്പെട്ടത് 2 സൈനികർ മാത്രമാണ് എന്നാണ് പാകിസ്ഥാൻ നൽകിയിട്ടുള്ള വിശദീകരണം. നഗിർഖാൻ, നൂറിസ്ഥാൻ, കുനാർ തുടങ്ങിയ 5ഓളം പ്രവിശ്യകളിലായിരുന്നു അഫ്ഗാനിസ്ഥാൻ ആക്രമണം നടത്തിയത്. കരസേനയായിരുന്നു പ്രധാനമായും ഈ ആക്രമണത്തിന് നേതൃത്വം വഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ് എന്ന രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. എന്നാൽ ഈ ആക്രമണമുണ്ടായ നിമിഷങ്ങൾക്കകം തന്നെ പാകിസ്ഥാൻ ഒരു തിരിച്ചടി അഫ്ഗാനിസ്ഥാന് നേരെ നടത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാന നഗരമായ കാബൂളിലടക്കം പാക് വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. താലിബാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും പാകിസ്ഥാൻ ബോംബിട്ടിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് വലിയ തരത്തിലുള്ള പ്രത്യാക്രമണം പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏകദേശം 133ഓളം താലിബാൻകാർ കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാൻ സൈന്യം വ്യക്തമായിരിക്കുന്നത്. എന്നാൽ ഇതുവരെ അത് താലിബാൻ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണം ഇതുവരെ താലിബാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എത്രത്തോളം പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്നുള്ളതാണ്. കാബൂളിൽ അടക്കമുണ്ടായിട്ടുള്ള വലിയ തരത്തിലുള്ള ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് 2 അതിർത്തികളിലും ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് വേണം പറയാൻ. രഞ്ജിത്ത്, ഏതായാലും വലിയ സംഘർഷം താലിബാൻ അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ ഉടലെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരി അവകാശവാദങ്ങളുണ്ട് എങ്കിൽ പോലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട് കൂടുതലായി. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി കഴിഞ്ഞ ഫെബ്രുവരി 22-നാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തുകയും അവർ പറഞ്ഞ ജനവാസ കേന്ദ്രങ്ങളിലാണ് ആക്രമണമെന്നാണ് താലിബാൻ പറഞ്ഞു വെക്കുന്നത്. മനുഷ്യാവകാശ സംഘടനകൾക്ക് ഇടപെടണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. സാധാരണക്കാരായ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു എന്നും മറ്റും പറയുന്നുണ്ട്. ഇതിനുള്ള പ്രത്യാക്രമണമാണ് പാകിസ്ഥാനിൽ നടത്തുന്നത് എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ ഈ വിഷയം പരിഹരിക്കാനാവാത്ത വിധം വളർന്നിട്ടുണ്ട് ഇപ്പോൾ, അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, ഇതിപ്പോൾ പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു രീതിയിലേക്ക് ഈ വിഷയം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. പ്രത്യാക്രമണങ്ങൾ മാത്രമാണ് ഇപ്പോൾ അതിർത്തികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് തന്നെ നീങ്ങുന്നു എന്നും കരുതണം. കാരണം ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് നിമിഷങ്ങൾക്കകം തന്നെയാണ് പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നത്. അതിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമ്പോഴും അതിപ്പോഴും അഫ്ഗാനിസ്ഥാൻ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തു നിന്നും കൃത്യമായൊരു വിശദീകരണം ഇതിൽ ലഭിക്കുന്നത് വരെ എത്രത്തോളം പേർ മരണപ്പെട്ടു, ഈ ആക്രമണത്തിന്റെ ആഘാതം അതെത്രത്തോളമാണ് എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളൊക്കെ ഇനി ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും നിലവിലിപ്പോൾ വലിയ തരത്തിലുള്ള പ്രത്യാക്രമണങ്ങളാണ് ഇരു രാജ്യങ്ങളുടെയും അതിർത്തികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഏത് രീതിയിലായിരിക്കും ഒരു പരിഹാരം ഉണ്ടാവുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് ഇരു രാജ്യങ്ങളുടെ അതിർത്തികളിലും നിലനിൽക്കുന്നത്. രഞ്ജിത്ത്.
തീർച്ചയായും പാക് അഫ്ഗാൻ അതിർത്തിയിൽ സംഘർഷം തുടരുകയാണ്. പാകിസ്ഥാന്റെ നിരവധി സൈനികർ കൊല്ലപ്പെട്ടു, അവരെ കൊന്നു എന്നാണ് അഫ്ഗാനിസ്ഥാന്റെ അവകാശവാദം. പക്ഷേ അത് അംഗീകരിക്കാൻ ഇതുവരെ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതും പ്രധാനമാണ്.